മധു, ഈ ഡീബോസ് സംവിധാനം വിമാനത്തിൽ എത്തിക്കാനുള്ള അനുമതി ലഭിച്ചില്ല എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് വിമാനത്തിൽ എത്തിക്കാൻ കഴിയാതെ പോകുന്നത്? ഈ അനുമതി നേരത്തെ കൂട്ടി, അതായത് മുൻകൂട്ടി തീരുമാനിച്ച് ഇത് വാങ്ങാൻ കഴിയുമായിരുന്നില്ലേ? സാധ്യമായിരുന്നു, പക്ഷേ അത് അവസാന നിമിഷമാണ്. തിരക്കിട്ട് അടിയന്തരമായി എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രദേശത്തേക്ക് എത്തുന്ന ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റി, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. എന്തായാലും ഈ ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻ്റ് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര്. അത് ഉച്ചയോടുകൂടി എത്തും. പക്ഷേ ആ വലിയ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ വലിയ ആഴക്കൈകളുള്ള ആ യന്ത്രം എത്തുന്നതും ഇന്ന് ഉച്ചയോടെ മാത്രമേ എത്തൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാവരും എത്തുന്നത് ഇവിടെ ഏതാണ്ട് ഒരു 80 കിലോമീറ്റർ അകലെ വെച്ചാണ് ലോറിക്ക് ചില തകരാറ് സംഭവിച്ചത്. അതിനുശേഷം അത് പരിഹരിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണി എന്നാണ് പറയുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 11-12 മണിയോടുകൂടി 12 മണിയോടെയെങ്കിലും എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള വലിയ തരത്തിലുള്ള തെരച്ചിൽ നാളെ മാത്രമേ നടത്താനാവൂ എന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. പ്രധാന കാര്യം, കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്ത് എവിടെയാണ് എന്നുള്ളത് കുറച്ചുകൂടി മുഴുവൻ ശാസ്ത്രീയമായും സാങ്കേതികമായും പരിശോധിച്ച് അതിനനുസരിച്ചുള്ള ഒരു തെരച്ചിൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന്. പക്ഷേ അതിനപ്പുറത്ത് ഇന്നലെ ചെയ്തതിൻ്റെ തുടർച്ച ഇപ്പോൾ നടത്താനാകും എന്നാണ് അറിയുന്നത്. പക്ഷേ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ മോത്തി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ തോതിൽ അവിടെ കുതിർന്നു നിൽക്കുന്ന ഒരു മലയടിവാരത്താണ് തെരച്ചിൽ നടക്കുന്നതെന്ന് പ്രധാനമാണ് ശ്രീധര. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ അപ്ഡേറ്റിലേക്ക് തന്നെ ആദ്യം പോകണം. അതായത് ആ യന്ത്രം എത്തുന്നത് വൈകാനുള്ള പ്രധാന കാരണം യെല്ലാപുര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടേക്ക് ഹുബള്ളി കാർവാർ റോഡിലുള്ള സ്ഥലമാണ്. ഇവിടുന്ന് ഏകദേശം 80 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ വെച്ച് ലോറിയുടെ ടയർ പഞ്ചറായി. അത് തകരാർ പരിഹരിച്ചു. ഇന്ന് പുലർച്ചെയാണ് അത് സംഭവിച്ചത്. അതിനാൽ തന്നെ അതിൻ്റേതായിട്ടുള്ള കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ഇത് കൂറ്റൻ യന്ത്രമായി വാഹനമാണല്ലോ, അതുകൊണ്ട് ഇതൊരു ഘാട്ട് സെക്ഷൻ കൂടിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ്. അതുകൊണ്ട് റോഡിനും ചില തകരാറുകളുണ്ട്. ചില ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണൊക്കെ ഇടിഞ്ഞിരുന്നു. അതിനാലാണ് അത് വൈകുന്നത്. ഏതായാലും യന്ത്രം എത്തിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. അതിന് അല്പസമയം കൂടി എടുക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. മറ്റൊരു കാര്യം, മധുവട്ടം പറഞ്ഞ പോലെ തന്നെ ഇന്ന് മറ്റ് മാർഗങ്ങൾ, നമ്മൾ ഈ സമാന്തര മാർഗങ്ങളെക്കുറിച്ച് രാവിലേക്ക് പറഞ്ഞു. ആ സമാന്തര മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നുണ്ട്. റഡാർ ഉപയോഗിച്ച്, വെള്ളത്തിൽ ഉപയോഗിക്കുന്ന റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ ഇന്നും തുടരുന്നുണ്ട്. ഇന്നലെ നമുക്ക് ആ നടുവിലെ മൺകൂനയിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ആ മൺകൂനയിൽ ഇന്നും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും ആ പരിശോധനകൾ അവിടെ സമാന്തരമായി നടക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ലോറിയെ സംബന്ധിച്ച്. ശബ്ദങ്ങൾ അനുസരിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ നടത്തിയ ആ പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നും ആ പരിശോധനകൾ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. രാഹുൽ നൽകുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. അതിന് പ്രധാന വെല്ലുവിളി കാലാവസ്ഥ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടു, ചീറിയടിക്കുകയാണ് കാറ്റ്, ആർത്തലച്ച് പെയ്യുകയാണ് മഴ. അതുകൊണ്ട് തന്നെ ആ പരിശോധന തുടങ്ങിയിട്ടില്ല. പക്ഷേ അത് തുടരും. രാവിലെ അതിന് മുന്നോടിയായി NDRF ദുരന്ത നിവാരണ സേനയുടെയും നാവികസേനയുടെയും കരസേനയുടെയും സംയുക്ത മീറ്റിംഗ് ഒക്കെ കൂടുകയാണ്. അതായത് ഇന്നത്തെ തിരച്ചിൽ എങ്ങനെ വേണം മുന്നോട്ട് പോകാൻ, കുറെ കൂടി ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നു. എവിടെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് നിലവിലുള്ള അവർ കളക്ട് ചെയ്ത ഡാറ്റ അനുസരിച്ച് ജിയോളജിക്കൽ ഡാറ്റയും ഉപഗ്രഹ ഡാറ്റയും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ആ വിധത്തിലുള്ള ഒരു അന്വേഷണം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.